ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നിതാ വൈകുന്നേരം ഒരു 4 മണിയായിട്ടുണ്ട്. ഇന്ന് കുറച്ച് മഴയെല്ലാം കുറവുണ്ട്. അപ്പോൾ ഞാനിതാ വൈകുന്നേരം ചായക്ക് കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഞാൻ 2 ഗ്ലാസ് പച്ചരി കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചെറിയ കപ്പ് വറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പച്ചരി മിക്സിയിലേക്ക് ഇട്ട് ഇതിലേക്ക് ഞാൻ വറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ജീരകവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം അരച്ചെടുക്കുക. ഇനി ഞാൻ ഇതിനു വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ ഇതാ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇത് ഞാൻ മെൽറ്റാക്കിയ വെല്ലവും കൂടി അരിച്ച് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം ഞാൻ ഒരു ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഉള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിതൊരു 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 25 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിന്. ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ആര്യഗുണ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.